ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇവിടെ സ്റ്റാർട്ടിങ് ആവുകയാണ് കേട്ടോ. ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണേ. അന്നേരം ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അന്നേരം ഇതിപ്പോൾ രാവിലെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ പച്ചരി വെച്ചിട്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കട്ടോ. നമ്മൾ നെയ്ച്ചോറിൻ്റെയൊക്കെ ഏകദേശം ഒരു അനിയനായിട്ട് പറയാം. നെയ്ച്ചോറ് ചേട്ടനും ഇത് അനിയനും. പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയാണ് കേട്ടോ. അന്നേരം അത് ഗ്രാമ്പും പട്ടയും ഏലക്കായും ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടേക്ക് അതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം സവാള അരിഞ്ഞതും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ വെന്തിട്ടുള്ള വീഡിയോ ഇതിൽ കാണാൻ പറ്റിയില്ല. അന്നേരത്തേക്ക് എൻ്റെ മകൾക്ക് വിശപ്പടിച്ചു. അവർ തന്നെ തുറന്നെല്ലാം എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ വരുമ്പോഴത്തേക്കും അതൊക്കെ പിന്നെ തുറന്നിട്ടുള്ള സീൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് നമുക്കിതാ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് രാവിലെ. ഇതെനിക്ക് രാവിലെ കിട്ടിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി. അന്നേരം രാവിലെ കിട്ടിയതാണ്. അന്നേരം മക്കളത് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിൽ വലിയ കൂണായിരുന്നു കേട്ടോ ഒരെണ്ണം, ബാക്കി ചെറുതും. പിന്നെ ശ്യാമേട്ടൻ പോയപ്പോൾ ശ്യാമേട്ടനും കുറച്ച് കൂണ് കിട്ടി. ഇന്നേരം ഇഷ്ടംപോലെ കൂണുണ്ടായിരുന്നു കേട്ടോ. പച്ചരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ് കാണിച്ചില്ല. ക്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മൾ ഉള്ളി ഇവിടെ വഴണ്ടി വരുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരുവിധം നല്ല ചുവപ്പൊന്നും ആവണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി കേട്ടോ. അന്നേരം ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ഇടണേ. നമ്മളെ ലോങ് വീഡിയോസ് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അന്നേരം വെള്ളം ഒഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഞാൻ ആ ക്ലാസ്സിന് 2.5 ഗ്ലാസോളം 3 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ പച്ചരീൻ്റെ വേവ് പോലെ ഉണ്ടാവും. ചില പച്ചരികൾ പല വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പച്ചരി ചൂടാക്കുന്നൊന്നുമില്ല. ഇനി ആ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ പിന്നെ നെയ്യിനോട് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നെയ്യ് ഒഴിക്കുന്നില്ല. ഞാൻ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 വിസിൽ. ചില അരീൻ്റെ വേവ് ഞാൻ പറഞ്ഞായിരുന്നു, ചില അരിക്ക് വേവ് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി 2 അല്ലെങ്കിൽ 3 വിസിൽ വെന്ത് കിട്ടും കേട്ടോ. അതാ ഈ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതും കൂട്ടി രാവിലെ അടിച്ചു. ചിക്കൻ കറിക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ കിട്ടും. നെയ്ച്ചോറിൻ്റെ അരിയല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അന്നേരം നമ്മളെ കൂണ് നന്നാക്കാൻ എത്ര ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെല്ലാ ആൾക്കാരും ഉണ്ട് കൂണ് നന്നാക്കാൻ. മക്കൾസ് 3 ആളുമുണ്ട്. കൂണ് നന്നാക്കലിനോട് ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അന്നേരം കൂണ് ചാണകം കൊണ്ടുവന്നാണ്. ഇത് രാവിലത്തേത് വേറെ, അത് രാവിലത്തെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് രാവിലത്തെയാന്ന് തോന്നുന്നു. 2 പ്രാവശ്യമായിട്ട് നന്നാക്കിയത്. രാവിലെ കൊണ്ടുവന്നത് ആദ്യം ഇവർ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ കൊണ്ടുവന്നത് പിന്നെയും നന്നാക്കി വേറെ വീണ്ടും മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അന്നേരം ഇതിന്ന് കറി വെക്കാൻ മാങ്ങയുണ്ട്. മാങ്ങ അമ്മയ്ക്ക് ഇവിടെ വലിയ ഇഷ്ടമാണ് കേട്ടോ മാങ്ങക്കറി. അന്നേരം അമ്മ എന്താക്കും, മാങ്ങ കിട്ടി അപ്പോൾ കൊണ്ടുതരും എനിക്ക് മാങ്ങക്കറി വെച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ട്. അന്നേരം അമ്മ വെച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നത്, ഞാൻ തന്നെ വെച്ചാലേ ശരിയാവുള്ളൂ. അന്നേരത്തെ നാടൻ മാങ്ങയാണ് കേട്ടോ. കുഞ്ഞുമാങ്ങ. അന്നേരം നല്ലൊരു ഫ്ലേവറുള്ള മാങ്ങയായിരുന്നു. നമ്മളിപ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ മാങ്ങ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കറി വെച്ചിട്ട്. ഇവിടെ എല്ലാവരെയും ഫേവറേറ്റാണ് മാങ്ങാക്കറി. അന്നേരം മാങ്ങാക്കറി ഞാൻ തൈര് ഒഴിക്കാതെയാണ് കേട്ടോ മാങ്ങാക്കറി വെക്കൽ. പിന്നെ ഇവിടെ തൈര് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടില്ല ഇതുവരെ ഞാൻ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ്. അന്നേരം ആ കൂണ് ഞാൻ ചാണ്ടം കൊണ്ടുവന്ന കൂണ് കുറേ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ആ കവറിൻ്റെ ഉള്ളിൽ നിന്ന് വാരി പുറത്തേക്ക് ഇട്ട സമയത്ത്, കഴുകി എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് എൻ്റെ കയ്യിലൊരു അട്ട കടിച്ചതാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അട്ട കടിച്ചത്. ഞാനത് ചൊറിയുന്ന പോലെ തോന്നിയിട്ട് ചായ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ചൂട് തട്ടിയപ്പോൾ അങ്ങോട്ട് ചൊറിഞ്ഞതാണ് കേട്ടോ. എവിടെയും വീണ് പോകാത്ത എന്തോ ദൈവഗുരുത്തം. അന്നേരം പതുക്കെ ഞങ്ങളോടൊരു പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു. അതിന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് അലർജി ആയിട്ട് വരും, ചൊറിച്ചിലായിരിക്കും ഭയങ്കര. അന്നേരം പറിച്ചെടുക്കാതെ തന്നെ ഉപ്പ് കൈയിൻ്റെ മുകളിലിട്ടിട്ട് അതിനെ പതുക്കെ കൊന്നു കേട്ടോ. കൊന്നിട്ട് അതെടുത്ത് കളയുക ചെയ്തത്. ചിലപ്പോൾ നമ്മളെ മിക്ക ആൾക്കാർക്കും ഉണ്ടാവും അട്ടേനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പല്ല് അവിടെ പെടും. പല്ല് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിലും ഇൻഫെക്ഷനൊക്കെ ആവും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചോര പൊടിഞ്ഞായിരുന്നു കേട്ടോ കയ്യിൽ. പിന്നെ ഞാൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനുള്ള ചായ എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. ഒരു മാങ്ങ അവിടെ കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പാഷൻ ഫ്രൂട്ട് അതാ പൊന്നൂസ് അവർക്ക് മാത്രം 2 എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൂടെ എന്താക്കി ഒന്നിച്ചങ്ങ് പഞ്ചസാര ഇട്ടോ. പിന്നെ അത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കണ്ടേന്ന് വന്നു. അങ്ങനെ അവളത് എല്ലാവർക്കും കൂടെ ഉള്ളത് മുറിച്ചെടുത്ത് പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട്. അതൊരു കുഞ്ഞു കൂണ് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ഇന്നലെ വീഡിയോ ഇടായിരുന്നത് എന്തൊക്കെയോ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ എന്തൊക്കെയോ തിരക്കിൽ പോയി. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അത് കഴിയത് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ വിചാരിക്കും, എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അന്നേരം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക്. നമ്മൾ വീഡിയോ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ടാക്കണേ. കുറേ പുതിയ കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട്. അന്നേരം എല്ലാവരെയും നമ്മളെ കുഞ്ഞു കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് നമുക്ക്. അന്നേരം നമ്മൾ ഏകദേശം ഇടാതെ നമ്മളെ ലോങ് വീഡിയോ ഇനിയിപ്പോൾ ഞാൻ എല്ലാ ദിവസവും കഴിവിൻ്റെ പരമാവധി മുടങ്ങാതെ ഇടും. 2 ഒക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. ഒന്നാമത്തെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ എൻ്റെ ഇടയ്ക്ക് ലൈവ് ഇടണം, റീൽസ് എടുക്കണം, എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര തിരക്കും പ്രശ്നങ്ങളും വീട്ടിലെ പണികളും എല്ലാം കൂടെ ആകുമ്പോൾ ഇപ്പോൾ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോകണ്ടേ. ഫോണാണെങ്കിൽ അതിലപ്പുറത്തെ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല.
അന്നേരം ഇതാ നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഇപ്പം എൻ്റെ അവസ്ഥ അയക്കുന്നത് കേട്ടോ. ഞാൻ ഒരാൾക്ക് സഹായം ചെയ്തതാണ്. ഇപ്പം ഞാൻ 8ൻ്റെ പണിയിലിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കുടുംബത്തിലൊരാൾക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ട് അവർ തിരിച്ചടയ്ക്കാതെയായിട്ട് ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടലാസ് വന്ന് പ്രശ്നങ്ങളായി. എല്ലാം കൊണ്ട് 100-110 പ്രശ്നങ്ങളിൽ കൂടെ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഫോൺ മേടിക്കാൻ പോയി നോക്കുമ്പോൾ തന്നെ സിവിൽ കുറവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫോൺ എടുക്കാനും അടവിനെടുക്കലും അതും നടക്കുന്നില്ല. എല്ലാം കൂടി പെട്ടെന്ന് പറഞ്ഞാൽ മതിയില്ല. നമ്മൾ മാങ്ങക്കറിക്കുള്ള മാങ്ങ ഇതാട്ടോ കഴുകുന്നുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇതിൽ മുന്നേ ഞാൻ മാങ്ങാക്കറി ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാങ്ങാക്കറി വെക്കുന്ന മൊത്തത്തിൽ റെസിപ്പീസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പഴയ വീഡിയോസിൽ 1-2 പ്രാവശ്യം എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കറി വെക്കുന്ന വീഡിയോസൊന്നും എടുക്കാത്തത്. പിന്നെ നമ്മൾ ലൈവ് വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ കയറുന്നുണ്ട്. ചില കൂട്ടുകാരൊന്നും കയറിയാൽ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവർക്കും ഹായ് പറയുന്നതായിരിക്കും നമ്മൾ. പിന്നെ തന്നെ നമ്മളെ വീഡിയോ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കയറാൻ മടി കാണിക്കരുത് ആരും. എല്ലാവരും കയറി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു കുഞ്ഞു കുടുംബമായിരുന്നു ഞങ്ങൾ ഇത്രയും വലിയൊരു കുടുംബമാക്കി തന്നത് നിങ്ങളെല്ലാവരുമാണ് കേട്ടോ. അല്ല ഫാഷൻ ഫുഡ് പഞ്ചസാരയൊക്കെ ഇട്ടെങ്കിൽ തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മുഖം കാണില്ല എന്നിട്ട് തന്നെ അത് കുഞ്ഞ് നോക്കുന്നുണ്ട്. എല്ലാവരും പറയും ചേച്ചീൻ്റെ വീഡിയോയിൽ മുഖം കാണിക്കുന്നില്ല, ചേച്ചി ഈ ലോങ് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നമ്മളൊരു കൂട്ടുകാരൻ വന്നിട്ട് നമ്മൾ ലൈവിൽ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ചാനലിനെ കുറിച്ചിട്ട് ഞാൻ ചാനൽ തുടങ്ങിയതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇതിൽ മുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ചാനൽ തുടങ്ങിയിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ട്. അന്നേരം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവർ ലൈവിലൊക്കെ വന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർ ഹായ് ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ കാര്യങ്ങൾ മാറി പോകും കേട്ടോ. നേരെ നമ്മൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ വീഡിയോ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. ഒരുവിധം ഒപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അന്നേരം എപ്പോൾ വേണമെങ്കിലും നമ്മളെ കുഞ്ഞാപ്പക്കുട്ടി വന്ന് തട്ടിയിടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇതപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നമ്മളെ മിഞ്ഞി മണി. അന്നേരം ഇതാ ഇവിടെ മാങ്ങയ്ക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. ഞാൻ മാങ്ങ മുറിക്കുന്ന കണ്ടപ്പോൾ ഒരാൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു കഷണം കൊണ്ടാ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞു എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് നമ്മളെ മുത്തുമണി. അന്നേരം അവൾക്കൊരു കുഞ്ഞ് കഷ്ണം കൊടുത്തു. ബാക്കി ഇതാ മുറിച്ചിടുന്നുണ്ട്. തോല് കളഞ്ഞിട്ട് ഒന്ന് മുറിച്ച് ഞാൻ ഇടും കേട്ടോ. എന്നാലാണ് ആ മുറിച്ച കഷ്ണമൊക്കെ കൂടെ നമുക്കൊരു കൊഴുപ്പ് രൂപത്തിൽ വേഗം കിട്ടും. ഇതല്ലേ തന്നെ നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. മാങ്ങാക്കറി നമ്മൾ തേങ്ങ അരച്ചിടുമ്പോൾ തന്നെ നല്ല കൊഴുപ്പുണ്ടാവും. എല്ലാവരും ഇങ്ങനെ മാങ്ങാക്കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ സീസൺ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ മാങ്ങാക്കറിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ നല്ല നാടനാണ്. കൂണുണ്ട്, മാങ്ങയുണ്ട്. സൺഡേ ആയിട്ട് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കൂണുള്ളതുകൊണ്ട് ചിക്കൻ്റെ പ്രത്യേകിച്ചൊരു ആവശ്യം വരുന്നില്ല. അന്നേരം ഇന്നലെ ചിക്കൻ വാങ്ങിച്ചതുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് കപ്പയും ചിക്കനായിരുന്നു തലേ ദിവസം. അന്നേരം പിന്നെ അതിൻ്റെ ബാലൻസ് എന്തായാലും രാവിലത്തേക്ക് ഉണ്ടാവും തലേ ദിവസം വാങ്ങിച്ചാൽ. പിന്നെ അന്നും കൂടെ വാങ്ങിക്കും ഭയങ്കര മടുപ്പ് പിടിക്കും. എന്നും ചിക്കൻ ആകുമ്പോൾ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അന്നേരം അതുകൊണ്ട് ചക്ക ഉണ്ട് അവിടെ. അന്നേരം ചക്കര അവിടെ ഉണ്ട് കേട്ടോ. ചക്കരക്ക് വീഡിയോയിൽ കാണുന്നത് അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് അവളെ വീഡിയോയിൽ കാണുന്നുണ്ട് എന്നിട്ട് എന്നോട് ദേഷ്യം പിടിച്ചു. പച്ചമുളകൊക്കെ ഇതാ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് എടുക്കുന്നു. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഞാൻ പുറത്ത് അടുപ്പിലാണ് കേട്ടോ കൊണ്ടുപോയി വേവിക്കുന്നത്. ഞാനെപ്പോഴും മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോൾ അധികം വിറകടുപ്പിൽ വെക്കാൻ നോക്കും. നമ്മൾ നാടൻ കറികൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു രുചി കിട്ടണമെങ്കിൽ നമുക്ക് വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. ചക്കു ചിരിക്കുന്നുണ്ട്. കുഞ്ഞാപ്പു കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ വർത്താനം പറയുന്നുണ്ടേ. അതിന് പുറത്ത് പോയിട്ട് അതൊക്കെ തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഊറ്റി. അതമ്മയല്ലേ. അന്നേരം അവിടെയൊക്കെ വെള്ളമൊക്കെ ഊറ്റിയിട്ടുണ്ട്. മിനിറ്റിന് ഇതൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളമാവും കേട്ടോ. നമ്മൾ എന്തെങ്കിലും കഴുകൊക്കെ പാത്രത്തിൽ അവിടെ കൊണ്ടുവച്ചിട്ടായിരിക്കും എന്തെങ്കിലും പച്ചക്കറിയോ പച്ചമുളകോ ഉള്ളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അന്നേരം അതിൻ്റെയൊക്കെ വെള്ളം അവിടെ എത്തും. പ്രത്യേകിച്ച് ഇവരൊക്കെ വന്ന് നിന്നാൽ പ്രത്യേകിച്ച് ഇട്ടു കേട്ടോ. അന്നേരം 110 പ്രാവശ്യം അതിൻ്റെ മുകളിൽ തുടക്കണം. എനിക്ക് കൂടൊന്നും കിട്ടിയാൽ പിന്നെ ഞാൻ നന്നാക്കേണ്ട ആവശ്യമില്ല. ചക്കര അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അന്നേരം അവൾ നന്നാക്കിക്കോളും. അതൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഇട്ട് കൊണ്ട വയ്ക്കും കേട്ടോ. ആ കാര്യത്തിലൊക്കെ അവൾ ഉഷാറാണ്. പൊന്നൂനാണ് പിന്നെയും കുറച്ചൊക്കെ ഒരു മടിയുള്ളത്. അതായത് തേങ്ങ തലേന്ന് പൊട്ടിച്ച് വെച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊരു കളർ ചേഞ്ച് പോലെ ഉണ്ട് കേട്ടോ. ഒരു പാട പോലെ. അന്നേരം ഞാൻ എന്താക്കി അതൊന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. ചെറിയ തോതിലേ ഉള്ളൂ. അന്നേരം ഒന്ന് കഴുകിയെടുത്തിട്ട് ചിരകാന്ന് വിചാരിച്ചു. അന്നേരം തേങ്ങ ചിരകലൊക്കെ നമ്മൾ മുകളിൽ പൊക്കത്ത് വെച്ചിട്ടൊന്നല്ല കേട്ടോ തേങ്ങ ചിരക. താഴെ ഇരുന്നിട്ടാണ് തേങ്ങ ചിരക. പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ശീലിച്ചത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിരകുന്നതിന് ഇഷ്ടവും. ആദ്യമൊക്കെ ഇങ്ങനെ മാന്തി എടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ചിരകും. അതിനൊരു സുഖമാണ്. എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും കാലുവേദനയൊക്കെ ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചിരകുമ്പോൾ അതിനൊരു സുഖമുണ്ട്. പണ്ടത്തെ ശീലങ്ങളോട് കൂടെ തന്നെ നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നു.
അന്നേരം ഇതാ നമ്മളെ ശ്യാമട്ടയിലെ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ. അതാണ് കാണുന്നത്. അവിടെ അടുക്കള വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ തീ കത്തിച്ചിട്ടുണ്ട്. അന്നേരം ഇടയ്ക്ക് കെട്ടുപോയോ നോക്കാൻ വേണ്ടിയിട്ടാണ് വാതിൽ അവിടെ തുറന്നിട്ട് വെച്ചേക്കുന്നത്. അതായത് ആ തേങ്ങ ചിരകി ഒരു കുഞ്ഞു തേങ്ങയായിരുന്നു, കുഞ്ഞു മുറിയായിരുന്നു. അന്നേരം അത് മുഴുവൻ എടുത്തു. അന്നേരം അതിൻ്റെ അകത്തേക്ക് ഇതാ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ ഉള്ളീൻ്റെ ഒരല്ലി എടുത്തിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. എൻ്റെ മിക്സീൻ്റെ ജാർ അന്ന് പൊട്ടിയിട്ട് പിന്നെ നന്നാക്കിയില്ല. ചെറിയ ജാറിലിട്ടിട്ട് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടാണ് അരച്ചെടുക്കുന്നത്. അതാണെങ്കിൽ അതിൽ വെള്ളം കൂട്ടിയൊന്നും അരയ്ക്കാൻ പറ്റില്ല. വെള്ളമില്ലാതെ അരച്ചെടുത്തിട്ട് പിന്നെ വേണം ലേശം വെള്ളം കൂട്ടിയൊക്കെ അരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ലീക്ക് അടിക്കുന്നുണ്ട്. അതിൻ്റെ മൂടീൻ്റെ വാഷറില്ലാത്ത മൂടിയത് പൊടിക്കുന്നതുകൊണ്ട് അതിന് വാഷറില്ല. അന്നേരം അതങ്ങനെയാണുള്ള എല്ലാം കൂടി പ്രശ്നങ്ങളാണ്. എപ്പോഴും കടയിൽ പോകുമ്പോൾ വിചാരിക്കും മിക്സീൻ്റെ ജാറ് കൊടുത്തു വിടണമെന്ന്, പോകുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക് പിടിച്ചൊക്കെ ആയിരിക്കും പോവുക, അന്നേരട്ട് കൊണ്ടാകാനും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. ഇനിയിപ്പോൾ എന്തായാലും വ്യാഴാഴ്ച പോകണം വിചാരിക്കുന്നുണ്ട്. വ്യാഴാഴ്ച പൊന്നൂസിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട്. അതിന് പോകുമ്പോൾ മിക്സീൻ്റെ ജാറും കൂടെ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും പൊന്നൂസിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എനിക്കോ കുഞ്ഞാപ്പൂനോ ആർക്കേലും സുഖമില്ലാണ്ട് ഉണ്ടാവും കേട്ടോ. മിക്ക ദിവസം ഫസ്റ്റ് പാരൻസ് മീറ്റിങ്ങിന് എനിക്ക് പോകാൻ പറ്റാറേ ഇല്ല. അന്നേരം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥകളെന്നൊന്നും അറിയില്ല. സാഹചര്യങ്ങളല്ലേ മാറി മാറി വരും. അന്നേരം ആ കുഞ്ഞാപ്പും പൊന്നൂസും അവിടെ എന്തൊക്കെയൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞാപ്പു ഏത് സമയം ഇവരെ ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു മിനിറ്റ് ശനി ഞായർ ഇവിടെ ഇരിക്കൂല മര്യാദക്ക്. അടി തന്നെയായിരിക്കും. നമ്മളെ ചക്കര കൂണൊക്കെ വൃത്തിയാക്കി എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവളതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അവിടെ വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കൂണെടുത്ത് റോസ്റ്റ് ചെയ്യുള്ളൂ. അന്നേരം ഇന്നിപ്പോൾ വേറെ സ്പെഷ്യലോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നിതൊക്കെ തന്നെയുള്ളൂ സ്പെഷ്യൽ. അന്നേരം നമ്മളെ മാങ്ങ ഇത് നമ്മളെ വിറകടുപ്പിൽ വേകുന്നുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് കുമിലില്ല. ഇന്ന് കുമ്മിലുണ്ട് കേട്ടോ. ഇന്ന് കുമ്മിൽ ഞങ്ങൾ തേങ്ങ അരച്ച കറി വെച്ച രാവിലെ വലിയൊരു കുമ്മിലാണ് കിട്ടിയത്. അന്നേരം തേങ്ങ അരച്ച കറി വെച്ചത്. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഒച്ചയിടല്ലോ കുഞ്ഞോ. അന്നേരം ഇത് കൂണിനുള്ള ഉള്ളിയാണ് കേട്ടോ. ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കൂണിൻ്റെ റോസ്റ്റൊക്കെ ഞാൻ മുന്നേ കാണിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. കറി നമ്മളൊന്ന് താളിച്ചൊഴിക്കുകയാണ്. കടുക് പൊട്ടിച്ച് ഒരു കുഞ്ഞി ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അരിഞ്ഞ് മൂപ്പിച്ചിട്ടിട്ട് കരിവേപ്പിലില്ല കേട്ടോ, അതുകൊണ്ടില്ല. ഇതൊക്കെ കൂടെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അന്നേരം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അന്നേരം എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഓരോ ദിവസവും വീഡിയോ ഇടുന്നത്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ എടുത്ത് വെച്ചത് കുറച്ചൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ കുറച്ചുകൂടെയൊക്കെ കൂട്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട്. അത് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എപ്പോഴും വേണം ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെങ്കിൽ കൂടെ വീഡിയോ എടുത്തു തരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇന്നത്തെ ഇതാ മാങ്ങാക്കറിയും കൂണ് റോസ്റ്റൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വേറെ കറിയൊന്നും വെക്കില്ല. ഇത് തന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. ആ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ കൂണും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ കുക്കിങ്, മാങ്ങാക്കറിയും കൂൺ റോസ്റ്റൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ള കമൻറ്റ് ഇടുമോ എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മടിയൊന്നും കാണിക്കേണ്ട. നിങ്ങളൊരു കൂടെപ്പിറപ്പായിട്ട് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ പറയുക. പിന്നെ ക്ലാരിറ്റീൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ ഫോൺ മേടിച്ചാലേ ശരിയാവുള്ളൂ. അന്നേരം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ. കുറേ പ്രാവശ്യമായി ഞാൻ പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അന്നേരം ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അന്നേരം ഇനി അതിൻ്റെ അകത്തേക്ക് ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടും. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളെ കൂണും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അത് കൂണല്ലേ കുറച്ച് നേരം ഒന്ന് വേകണം. അത് ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഓക്കേ, ബായ്.